സ്മൃതി, നമുക്കൊരു 10 മിനിറ്റ് പവർ കട്ട് ആയാൽ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നമാണ് ഇപ്പോൾ കേരളത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെയൊക്കെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ പവർ കട്ട് അതിരൂക്ഷമാണെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചുട്ടുപൊള്ളുകയാണ് നാട്. കൊടുംചൂടിൽ ഒന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യം. ഓടിക്കിതച്ച് വീട്ടിലെത്തിയാലും രക്ഷയില്ല. ജനത്തെ ഇരുട്ടിലാക്കി നാടാകെ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ്. ഒടുവിൽ ഗത്യന്തരമില്ലാതെ KSEB ഓഫീസിലെത്തി നാട്ടുകാർക്ക് പായ വിരിച്ചു കിടക്കേണ്ടി വന്നു. പവർ കട്ടില്ലാത്ത 10 വർഷമെന്നായിരുന്നു ഈ കഴിഞ്ഞ ദിവസം വരെ LDFന്റെ പ്രധാന ടാഗ് ലൈൻ. അതുകൊണ്ട് തന്നെ നാട് ചുട്ടുപഴുക്കുമ്പോൾ അടിക്കടി വൈദ്യുതി മുടങ്ങുന്നതിനെ പവർ കട്ടെന്ന് സമ്മതിക്കാൻ ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ല. അമിത ഉപയോഗം മൂലമുള്ള പവർ റെസ്ട്രിക്ഷൻ എന്നാണ് KSEBയുടെ വാദം. പീക്ക് അവറിലെ ഉപഭോഗം നിയന്ത്രിക്കാൻ ജനത്തോട് അഭ്യർത്ഥനയും വന്നു കഴിഞ്ഞു. ഇതിനിടെ പുറത്തുനിന്നും കൂടുതൽ വൈദ്യുതി വാങ്ങാനുള്ള നീക്കം നടക്കാതെ പോകുന്നതും KSEBക്ക് തിരിച്ചടിയായിട്ടുണ്ട്. നോക്ക്, നമ്മുടെ ചില മാധ്യമ പ്രവർത്തകർക്കും ചില ചാനലുകാർക്കൊക്കെ പിണറായി വിജയനെയും LDF സർക്കാരിനെയും 4 ചീത്ത പറഞ്ഞാലാണ് ഉറക്കം വരുള്ളൂ എന്നൊരു സ്ഥിതി കുറച്ചു കാലമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു പാരമ്യത്തിലായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ റിസൾട്ട് വരാൻ ഒരു 4-5 ദിവസമേ ബാക്കിയുള്ളൂ. എന്നാലും ഇവരുടെ കലി അടങ്ങിയിട്ടില്ല. ഇപ്പോൾ ഈ വേനലൊക്കെ കടുത്ത ചൂടാണ്. നമ്മുടെ നാട് മുഴുവൻ, രാജ്യം മുഴുവൻ, കേരളത്തിലൊക്കെ ആണെങ്കിൽ പല ജില്ലകളിലും 40 ഡിഗ്രിക്ക് മുകളിലായി. എല്ലാവരും AC, ഫാൻ, എത്ര AC ഇട്ടാലും എത്ര ഫാൻ ഇട്ടാലും ചൂട് സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് ഭയങ്കരമായിട്ടുള്ള കറണ്ട് ഉപയോഗമാണ്. അപ്പം ചില സ്ഥലങ്ങളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കാരണം എല്ലാവരും കൂടെ ഒരുമിച്ച് ഉപയോഗിക്കുമ്പോണ്ടാവുന്ന ഒരു പ്രയാസമുണ്ടല്ലോ, അതിന് KSEB ചില നിയന്ത്രണങ്ങളും അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടുള്ള ചില ട്രിപ്പ് ആകലും ഇതൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ചിലയിടത്ത് കറണ്ട് പോകുന്നുണ്ട്, 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. കാരണം എവിടെയെങ്കിലും ചില ട്രാൻസ്ഫോമറുകളൊക്കെ പൊട്ടിത്തെറിച്ചാൽ പിന്നെ കുറേ ദിവസത്തേക്ക് ആ പ്രദേശത്ത് കറണ്ട് ഉണ്ടാവില്ല. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവരൊരു 10 മിനിറ്റോ 15 മിനിറ്റോ ഓഫ് ചെയ്തിടും, അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ട്രിപ്പ് ആവുന്ന സംവിധാനം പ്രവർത്തിപ്പിക്കും. ഇതൊക്കെയാണ് ഇവരെ പവർ കട്ട് അല്ലെങ്കിൽ ലോഡ് ഷെഡിങ് എന്നൊക്കെ പറയുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മനുഷ്യന് നിരന്തരം ഈ കറണ്ട് കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഈ കറണ്ട് ഇല്ലാതെ അതില്ലാത്തൊരവസ്ഥയെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കറണ്ട് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആകെ ഈ വെള്ളത്തിൽ നിന്ന് കരക്കിയിട്ട മീനിനെ പോലെ ആയി പോകും. ആകെ അസ്വസ്ഥരാകും മനുഷ്യരാകെ. അതാണ് ഇപ്പോൾ കേരളത്തിലെ ഓരോ മനുഷ്യരും ഈ വാർത്താ മാധ്യമങ്ങളും കാണിക്കുന്നത്. കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് കാര്യമായിട്ടുള്ള ഒരു പ്രയാസം ഇവർക്ക് കറണ്ടിന്റെ അല്ലെങ്കിൽ വിദ്യുച്ഛക്തിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഈ വർഷം നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ഒരു ചൂടാണ് ഉണ്ടായത്. സ്വാഭാവികമായിട്ടും മനുഷ്യൻ കറണ്ട് കൊണ്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ ധാരാളം വാങ്ങിക്കൂട്ടി. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനം സമ്പൂർണ്ണ വൈദ്യുതീകരണം 2017 തന്നെ നടപ്പിലാക്കിയ സംസ്ഥാനമാണ്. എല്ലാ വീടുകളിലും വിദ്യുച്ഛക്തിയുണ്ട്. വിദ്യുച്ഛക്തി ഇല്ലാത്ത ഒരു സ്ഥാപനമോ വീടോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാ വീടുകളിലും ഈ ഇലക്ട്രിസിറ്റിയിൽ പ്രവർത്തിപ്പിക്കുന്ന ഒരുപാട് ഉപകരണങ്ങൾ എല്ലാ വീടുകളിലും ഉണ്ട്. ഒരു വീട് വെറുതെ ചെറിയ വീട് എടുത്ത് നോക്കൂ, 3-4 ഫാൻ ഉണ്ടാവും, ഒരു 10 ലൈറ്റ് കാണും, അയൺ ബോക്സ് കാണും, മിക്സി കാണും, ഗ്രൈൻഡർ കാണും, വാഷിംഗ് മെഷീൻ കാണും. ഇപ്പോൾ ഈ ഇലക്ട്രിസിറ്റി വെഹിക്കിളൊക്കെ വന്നതുകൊണ്ട് അതിൻ്റെ ചാർജിങ് ഉണ്ടാവും. ഇതൊക്കെ മിക്കവാറും പ്രവർത്തിപ്പിക്കുന്ന വൈകുന്നേരം ഒരു 6 മണി മുതൽ. എല്ലാവരും ജോലിക്ക് പോകുന്നവരായിരിക്കും. അവരൊക്കെ വീട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞാൽ ഇതെല്ലാ വീടുകളിലും ഒരേ സമയം പ്രവർത്തിപ്പിക്കും. പിന്നെ വെള്ളമടിക്കുന്ന മോട്ടർ ഉണ്ടെങ്കിൽ അതുമായി ഇതെല്ലാം കൂടെ നടത്തുന്ന മിക്കവാറും വാഷിംഗ് മെഷീനൊക്കെ മിക്ക വീടുകളിലും വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷം പ്രവർത്തിപ്പിക്കുന്ന ഒരു ശീലമുണ്ട്. ഇതെല്ലാം കൂടെ ലോഡ് താങ്ങാൻ വയ്യാതെ പീക്ക് അവേഴ്സിലെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ സംവിധാനങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത സ്ഥിതി വരുമ്പോൾ അവർ ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ആകുന്ന സംവിധാനം വയ്ക്കും. അതല്ലെങ്കിൽ ട്രാൻസ്ഫോമറൊക്കെ അടിച്ചു പോകും. അങ്ങനെ അടിച്ചു പോയാൽ ആ പ്രദേശത്ത് പിന്നെ ദിവസങ്ങളോളം കറണ്ട് ഇല്ലാത്ത ഒരു സ്ഥിതി വരും. അങ്ങനെ ഒന്നും വരാതിരിക്കാനും കൺസ്യൂമേഴ്സിന്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാനുമാണ് ഇത്തരം സംവിധാനങ്ങൾ ഒരു 10-15 മിനിറ്റോ കറണ്ട് പോകുന്ന ഒരു സംവിധാനത്തിലേക്ക് അത് മാറ്റിവെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഒരു കഴിഞ്ഞ 10 വർഷമായിട്ട് ഇത്തരം ഒരു ഘട്ടങ്ങളോ ഒരു ശീലങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു സെക്കൻഡ് കറണ്ട് പോകുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകും. ഈ വെള്ളത്തിൽ നിന്ന് മീനിനെ പിടിച്ച് കരക്കിട്ടാലുണ്ടാകുന്ന ഒരു അസ്വസ്ഥത അത് പ്രകടിപ്പിക്കുന്ന പോലെ ഒരു ശീലമായി പോയി. അതുകൊണ്ടാണ് നമ്മൾ പായയൊക്കെ എടുത്തിട്ട് KSEBയിലേക്ക് കറണ്ട് പോകുമ്പോൾ അങ്ങോട്ട് പോകുന്നത്. അതുമാത്രമല്ല, അതിൻ്റെ പിന്നിൽ ചില രാഷ്ട്രീയ ഉദ്ദേശം കൂടിയുണ്ട്. കാരണം ഇവർ ഇലക്ഷൻ കാലത്ത് പവർ കട്ടില്ലാത്ത 10 വർഷം എന്ന് പറഞ്ഞൊരു ഇരുണ്ട കാലത്തെ പറ്റി ഒരു പരസ്യമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു രാഷ്ട്രീയ വൈരം ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞില്ലേ, ഇനി ഈ വൈരം വെച്ച് പുലർത്തണം. നമുക്ക് നമ്മുടെ നാട്ടിൽ അവിചാരിതമായിട്ട് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ, ഒരു ദുരന്തം ഉണ്ടായാൽ, നമ്മൾ ഇതിനു മുമ്പും സർക്കാരിനോടൊപ്പം ചേർന്ന് അതിനെ അതിജീവിച്ചിട്ടുണ്ട്. എത്രയെത്രയോ ഉദാഹരണങ്ങളുണ്ട്.
നമ്മുടെ കൊറോണ കാലം ഉണ്ടായിട്ടുണ്ട്, പ്രളയകാലം ഉണ്ടായിട്ടുണ്ട്, സുനാമി കാലം ഉണ്ടായിട്ടുണ്ട്, ഇപ്പോൾ ദുരന്തങ്ങൾ എത്രയോ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ ഒറ്റ മനസ്സോടുകൂടി അതിനെ അതിജീവിച്ചിട്ടുണ്ട്. അത്തരം ഒരു ചെറിയ കാലഘട്ടമാണ് ഈ ഇലക്ട്രിസിറ്റി പ്രതിസന്ധിയും. ഈ വേനലിൻ്റെ കടുത്ത ചൂടിൻ്റെ ഒരു കാലം കഴിഞ്ഞാൽ ആ കാലം കടന്നു പോകും. കുറച്ചു കാലത്തേക്ക് നമ്മളും ക്ഷമാപൂർവം സർക്കാരിനോടൊപ്പം നിന്നും സർക്കാർ ജനങ്ങളോടൊപ്പം നിന്നും ഈ ദിവസങ്ങൾ കടന്നു പോകേണ്ടതുണ്ട്. നോക്കൂ, ഇപ്പോൾ ഭരിക്കുന്ന ഇടതുപക്ഷം ചിലപ്പോൾ മാറിയിട്ട് നാളെ UDF അധികാരത്തിൽ വന്നേക്കാം. അപ്പോൾ ഈ പ്രശ്നം ഉണ്ടാകും. ആ പ്രശ്നത്തെ അതിജീവിച്ച് മുന്നോട്ട് പോയേ പറ്റൂ. നോക്കൂ, ഈ പറഞ്ഞതിന്റെ അർത്ഥം സർക്കാരിന്റെയോ KSEBയുടെയോ വീഴ്ചകളെ ചൂണ്ടിക്കാണിക്കരുതെന്നോ വിമർശനങ്ങളോ ഉയർത്തരുതോ ഒന്നുമല്ല അതിന്റെ അർത്ഥം. പക്ഷെ പലപ്പോഴും നമ്മുടെ ഈ മാധ്യമ ചർച്ചകളും വാർത്താ വായനകളൊക്കെ അതിവായനകളാകാറുണ്ട്, അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങളുമായിട്ട് വലിയ പൊരുത്തപ്പെടാറില്ല, അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ വസ്തുത അന്വേഷിച്ച് അവർ റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊന്നുമല്ല. ഈ ചർച്ചകളൊക്കെ തന്നെ പലപ്പോഴും ഈ പൊതുജനങ്ങളുടെ ഇടയിൽ ഒരുപക്ഷെ വൈരാഗ്യമുണ്ടാക്കാനും രാഷ്ട്രീയ വൈരമുണ്ടാക്കാനും, അതൊരുപക്ഷെ ഇത്തരം സംഭവങ്ങളാകുമ്പോൾ KSEB പോലെയുള്ള സ്ഥാപനങ്ങളിലേക്ക് ചെന്ന് ഒരുപക്ഷെ അവിടെ പൊതുജനങ്ങളെ കൺസ്യൂമേഴ്സൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ കൂടി ആകുന്നില്ലേ എന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സംശയം തോന്നും. അത്തരം ഒരു സിറ്റുവേഷനിലേക്ക് പോകാൻ പാടില്ല. താൽക്കാലികമായി ഉണ്ടാവുന്ന ഇത്തരം പ്രശ്നങ്ങളെ ഒരല്പം വിവേകത്തോടുകൂടി ഈ സ്ഥാപനങ്ങൾ, മാധ്യമം എന്ന നിലയ്ക്ക് പൊതുജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, പൊതുജനങ്ങളുടെ ആവശ്യങ്ങളോട് ചേർന്ന് നിന്ന് അവരുടെ പ്രശ്നങ്ങൾ ഉയർത്തുക എന്നുള്ളത് അവരുടെ ധർമ്മമാണെങ്കിലും അതേസമയം അവർ ബുദ്ധിപൂർവവും ആധുനിക സമൂഹത്തിന് ചേരുന്ന വിധത്തിൽ ഈ വാർത്തകളെ കൈകാര്യം ചെയ്യേണ്ടതുണ്ടെന്ന് കൂടി ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു എന്നുള്ളത് കൂടെ നമ്മുടെ പ്രേക്ഷകരെ അറിയിക്കുകയാണ്. ഒരു ഉദാഹരണം പറയാം. ഈ വീഡിയോന്റെ ആദ്യ ഭാഗത്ത് ഈ വാർത്ത നമ്മുടെ നാട്ടിലെ ഈ അവസ്ഥ റിപ്പോർട്ട് ചെയ്ത അതേ മാധ്യമ പ്രവർത്തക നമ്മുടെ രാജ്യത്ത് മറ്റ് ചില ഭാഗത്ത് നടക്കുന്ന കാര്യങ്ങളും കൂടെ റിപ്പോർട്ട് ചെയ്യേണ്ട ഗതികേട് അതേ നാവ് കൊണ്ട് തന്നെ വായിക്കേണ്ടി വന്നു എന്നുള്ളതും ഒരു നിയോഗമായിരിക്കാം. ഇതിൽ നിന്നെല്ലാം ഒരു പാഠം ഈ മാധ്യമ പ്രവർത്തകർ ഉൾക്കൊള്ളുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. നല്ലത് വരട്ടെ എന്ന് മാത്രം ആശിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ പ്രേക്ഷകർക്കും ഈ വിഷയത്തിൽ അഭിപ്രായം പറയുള്ളത് കമന്റ് ബോക്സിൽ ഇടുക. നന്ദി, നമസ്കാരം. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ചൂട് കനത്തതോടെ പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും മണിക്കൂറുകളോളമാണ് ലോഡ് ഷെഡിംഗ് നടക്കുന്നത്. രാജസ്ഥാനിൽ 6 മണിക്കൂറും പഞ്ചാബിൽ 8 മുതൽ 10 മണിക്കൂർ വരെയൊക്കെയാണ് വൈദ്യുതി മുടങ്ങിയത്. 2 മാസത്തെ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ പവർ കട്ട് ഏർപ്പെടുത്തിയത് ഉത്തർപ്രദേശിലാണ്. ഹരിയാനയിലും സ്ഥിതി വ്യത്യസ്തമല്ല. പവർ കട്ട് എന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾ നീണ്ട പവർ കട്ട് എന്നാണോ മനസ്സിലാക്കാനാകുന്നത്? ഇപ്പോൾ ഡൽഹിയിലെ സ്ഥിതി എന്താണ് അഭിനന്ദ്? സ്മൃതി, നമുക്കൊരു 10 മിനിറ്റ് പവർ കട്ട് ആയാൽ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നമാണ് ഇപ്പോൾ കേരളത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെയൊക്കെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ പവർ കട്ട് അതിരൂക്ഷമാണെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പഞ്ചാബിലൊക്കെ 8 മുതൽ 10 മണിക്കൂർ വരെയാണ് വൈദ്യുതി മുടങ്ങിയത്. അറ്റകുറ്റപ്പണികൾ മൂലമാണ് വൈദ്യുതി മുടങ്ങിയതെന്നാണ് വിശദീകരണം. പക്ഷേ അവിടെ വൈദ്യുതി ഉപഭോഗം റെക്കോർഡിലേക്ക് എത്തിയതോടുകൂടിയാണ് ഇത്തരത്തിലേക്കുള്ള ഒരു തീരുമാനത്തിലേക്ക് പഞ്ചാബ് സർക്കാരിനെ എത്തിച്ചത് എന്നാണ് അഭ്യൂഹങ്ങൾ വരികയും ചെയ്തത്. ദില്ലിയിൽ എന്തായാലും കാര്യമായിട്ടുള്ള പവർ കട്ട് ഇല്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. തലസ്ഥാനിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ദിവസം 6 മണിക്കൂർ പവർ കട്ട് രേഖപ്പെടുത്തി വീട്ടിൽ കറണ്ട് ഇല്ലാതെ പുറത്ത് ഇറങ്ങി ഓടിയ ഒരു കുട്ടിയുടെ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സാഹചര്യമുണ്ടായി. വലിയ പ്രതിഷേധവുമായിട്ട് വൈദ്യുതി ബോർഡ് ഓഫീസുകളിലേക്ക് രാജസ്ഥാനിൽ എത്തുന്നു.